ഫസ്റ്റ് ടൈം സ്ലീപ്പർ ബസ്സിൽ കയറി. നല്ല രസം കേട്ടോ. റൂം ടൂർ എടുക്കാൻ വേണ്ടിയിട്ട് ഡോറ് ലോക്ക് ചെയ്തു. അതിന് ഡോറ് ലോക്കായി പോയി. ഉള്ളി കോഫി മേക്കർ ആവശ്യമുള്ള വിളിച്ചാൽ ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിച്ചൂസ് ജേണി. എല്ലാവരും സുഖമായിട്ടിരിക്കില്ലേ? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ ഒരു ട്രാവലിങ്ങിലാണ് കേട്ടോ. നാളെ ഞാൻ പഠിച്ച കോളേജിൽ ഗ്രാജുവേഷൻ ഡേ ആണ്. ഞാൻ തിരുപ്പൂരാട്ടോ പഠിച്ചത്. രേവതി എന്ന് പറഞ്ഞൊരു കോളേജിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തലേ ദിവസം തന്നെ തിരുപ്പൂരിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അവിടെ നമ്മൾ ഓൾറെഡി റൂമൊക്കെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ 2 ഫ്രണ്ട്സ് അവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ 5:30 ബസ് കറക്റ്റ് ടൈമിന് എത്തുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മണ്ണുത്തി ബൈപ്പാസിൽ കറക്റ്റ് ടൈമിൽ എത്തിയിട്ടോ. ഓടിപ്പടച്ചാണ് എത്തിയത്. ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ടാട്ടോ ഞാൻ പോണത്. അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞ് വിളിച്ചപ്പോഴാണ് 6:45 മണിയായിട്ട് ബസ് എത്തുള്ളൂ എന്ന് പറയുന്നത്. എന്ത് ചെയ്യാനാ, അവിടെയാണെങ്കിൽ അധികം കടകളൊന്നുമില്ല കേട്ടോ. അറ്റ്ലാസ്റ്റ് ഞങ്ങൾ വിചാരിച്ചു ഒരു കടയിൽ കയറിയിട്ട് ചായ കുടിക്കാന്ന്. ഗൈസ്, നമ്മൾ പുഴുങ്ങിയ മുട്ടയാണ് വാങ്ങിയിരിക്കുന്നത്. പിന്നെ ഉള്ളത് പൈനാപ്പിൾ ബജ്ജിയെല്ലാം. അതെനിക്ക് ഇഷ്ടമായില്ല. അപ്പം നമുക്കിത് കഴിക്കാം. മുട്ട പുഴുങ്ങിയതും അതിൻ്റെ കൂടെ 2 മുറിച്ചിട്ട് നമുക്ക് കുരുമുളകും ഉപ്പും ഇട്ടിട്ട് കഴിക്കാം കേട്ടോ. കുരുമുളക് ഉപ്പ് വേണ്ട അല്ലേ? ആ ചേട്ടൻ 2 ബജ്ജി കൊടുന്നു. 2 ഞാൻ അമ്മേനെ കൊണ്ട് കഴിക്കും. നമുക്കിനി മുട്ട കഴിക്കാം. മുട്ട കുഴപ്പമില്ലാക്കാൻ നല്ലതാണ്. നമ്മുടെ ബസ് നമ്മൾ ചടച്ചു. ഞാൻ ഗുരുവായൂരിന് ബസ് കയറുമ്പോൾ ചോദിച്ചതായിരുന്നു ബസ് ഓൺ ടൈം ആണോ എന്ന്. അപ്പോൾ ആ ചേട്ടൻ വന്ന് ഓൺ ടൈം ആണെന്നാണ്. അപ്പോൾ നമ്മൾ കുറേ കഷ്ടപ്പെട്ട് ലേറ്റ് ആയതുകൊണ്ട് കുറേ ഓട്ടോയൊക്കെ വിളിക്കേണ്ടി വന്നു. നമുക്ക് എക്സ്ട്രാ നഷ്ടമാണ്. പക്ഷേ ഇവിടെ നമ്മൾ മണ്ണൂത്തി ബൈപ്പാസിലായിരുന്നു നമ്മുടെ പിക്കപ്പ് പോയിന്റ്. അവിടെ എത്തി കഴിഞ്ഞ് വിളിച്ച് നോക്കിയപ്പോൾ ആ ചേട്ടൻ നമ്മൾ ഡ്രൈവറിനെ വിളിച്ച് നോക്കാൻ. അങ്ങനെ ഡ്രൈവറിനെ വിളിച്ച് നോക്കിയപ്പോഴാണ് നമ്മളോട് പറയുന്നത് എവിടെയോ പെട്ട് കിടക്കാണ്, എങ്ങനെയായാലും 1 hour ലേറ്റ് ആവും. നമ്മൾ 5:30 എത്തേണ്ട ബസ് 6:30 ആവും. നമ്മൾ ഓൾറെഡി ലേറ്റ് ആയി. ഇനി അത്രയും നേരം ഇവിടെ എന്താ ചെയ്ത് കൂട്ടുകയെന്ന് അറിയില്ല. നമ്മളിനി ഇവിടെ പോസ്റ്റാണ്. എന്തായാലും ബസ് വരാൻ ലേറ്റ് ആവും. ഞാൻ സാരിക്കാണെങ്കിൽ കമ്മലും മാലയൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. മാല ഞാൻ വാങ്ങില്ല കേട്ടോ. അപ്പോൾ കമ്മൽ വാങ്ങാൻ വേണ്ടി ഒരു കട തപ്പി ഇറങ്ങി. അവിടെ എങ്ങും കടയില്ല കേട്ടോ. ഞാൻ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടൊക്കെയാണ് പോയത്. അവസാനം ഒരു ചേച്ചിയോട് വെച്ച് പറഞ്ഞു അവിടെ ജംഗ്ഷനിൽ 1-2 കടകളുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ജംഗ്ഷനിലേക്ക് എത്താൻ നമ്മളൊരു 10 മിനിറ്റോളം നടക്കണം. ആ ഒരു ബാഗും തൂക്കി പിടിച്ച് നടക്കാൻ കുറച്ച് പാടായിരുന്നു. ലാസ്റ്റ് നമ്മൾ കരിവള എന്ന് പറഞ്ഞൊരു കടയിൽ കയറി കേട്ടോ. ഈ ഒരു കമ്മൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. വേറെയും കുറേ കമ്മലുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ തലേ ദിവസം പവർ കട്ടായിരുന്നു. തലേ ദിവസം തുടങ്ങിയിട്ട് ഈ നേരം വരെ കറണ്ട് വന്നിട്ടില്ല കേട്ടോ. മഴയൊക്കെ എന്നിട്ട് പോസ്റ്റൊക്കെ മറിഞ്ഞു എന്ന് ആകെ സീനായിരുന്നു. ചുഴലിക്കാറ്റ് പോലെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഈ ഒരു 2 കമ്മൽ ഞാൻ അവസാനം സെലക്ട് ചെയ്തു. ഉള്ളിൽ ഇട്ടാണ്ട് ഞാൻ പുറത്തേക്ക് വന്ന് കാണിച്ചു കേട്ടോ. ഈ 2ാമത്തെ കമ്മൽ കാണാൻ ഭംഗിയുണ്ടെങ്കിലും ഇട്ടപ്പോൾ എനിക്ക് ഇഷ്ടമായത് ആദ്യത്തെ കമ്മലാണ് കേട്ടോ. അപ്പോൾ അതന്നെ വാങ്ങാൻ അങ്ങോട്ട് കരുതി. പിന്നെ കണ്ടില്ലേ, ഈ ഒരു സ്റ്റെൻസിൽ പോലത്തെ നമ്മൾ മെഹന്തി ഇടുന്ന ഒരു സംഭവമാണ്. ഇതും വാങ്ങിയിട്ടോ. 45 രൂപയാണ് ഒരെണ്ണത്തിന്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ കരുതി. അങ്ങനെ ഞാനൊരു കമ്മൽ വാങ്ങി. പിന്നെ മൈലാഞ്ചി ഇടാൻ പോലത്തെ ഒരു സംഭവം വാങ്ങി. പിന്നെന്താ വാങ്ങി, സേഫ്റ്റി പിന്നൊക്കെ വാങ്ങിയിട്ടോ. എന്തായാലും നമുക്ക് കുറച്ച് മീൻസ് ഒരു 10 മിനിറ്റ് നടന്നപ്പോൾ കട കണ്ടു. പിന്നെ നമുക്കിനി അവിടെ എത്തണ വരെ ബാത്റൂമിലും പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ബാത്റൂം ചോദിച്ചപ്പോൾ ചേട്ടൻ്റെ അടുത്ത് അവർ യൂസ് ചെയ്യണ ടോയ്ലറ്റിൻ്റെ കീയൊക്കെ എടുത്ത് തന്നു കേട്ടോ. നല്ല ചേട്ടനാണ്. അപ്പോൾ നമുക്കിനി നേരെ തിരിച്ച് നടന്നിട്ട് 6:45 നമ്മുടെ ബസ് എത്തും. അതിൽ കയറി കിടന്ന സുഖമായിട്ട് കിടന്നുറങ്ങാം. ഈ അമ്മ എന്നെ കൊണ്ട് കഷ്ടപ്പെടിക്കുകയാണ്. എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഇത്രയും ദൂരം ഈ ബാഗ് കാണും. ഇതൊരു 10-15 കിലോ ഉണ്ടാവും. നിന്റെ ഡ്രസ്സ് തന്നെയല്ലേ? കുഴപ്പമില്ല. അമ്മയുടെ ഡ്രസ്സായിട്ട് സുഖമായിട്ട് ബാഗ് മാത്രം ഇട്ട് നടക്കണേ. പാവം ഞാൻ. നമുക്കിനിതേ ആ കാണുന്ന ഐസ്ക്രീം കടയിൽ കയറാം. അയ്യോ അത് പാറ. അതിൻ്റെ അപ്പുറത്ത് വേറെ ഐസ്ക്രീം കടയുണ്ട് കേട്ടോ. അവിടെ കയറാം നമുക്ക്. അങ്ങനെ നമ്മൾ നടന്ന് നേരത്തെ എത്തിയ മണ്ണൂത്തി ബൈപ്പാസിൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. കണ്ടില്ലേ, ഡിസ്കൗണ്ടിന തോന്നുന്നു ഇതിനെ പറയുക. അങ്ങനെ ആ കടയിൽ കയറിയിട്ടത് അവരുടെ തന്നെ പേരുള്ള കുറേ ഐസ്ക്രീംസ് ആണ്. അപ്പോൾ ഞങ്ങൾ സാധാ ഐസ്ക്രീം വാങ്ങേണ്ട വെച്ചാൽ അവരവിടെ സ്പെഷ്യലായിട്ട് പെരുന്നാൾ സ്പെഷ്യൽ ദുബായ് കുനാഫ ഉണ്ടെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓർത്തു അത് തന്നെ വാങ്ങാമെന്ന് കേട്ടോ. അടിപൊളിയായിരുന്നു. അതിൻ്റെ ഉള്ളിൽ കുറച്ച് നട്ട്സ് പോലത്തെ സംഭവമൊക്കെ ഉണ്ടായിരുന്നു. ഇഷ്ടമായി. ഗൈസ്, നമ്മുടെ ബസ് എത്താറായി. 400 മീറ്റർ കൂടി ഉള്ളൂ. നമുക്ക് ബസ്സിൽ കയറിയിട്ട് കാണാം. കല്ലടയുടെ ബസ്സാട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറച്ചധികം ലേറ്റായി. 5:30 ബസ് 7 മണിക്കായിട്ട് എത്തുമ്പോൾ എന്തായാലും ഉള്ളിൽ കയറി കിടന്നുറങ്ങാലോ. അതോർക്കുമ്പോൾ ഒരു സമാധാനം. അങ്ങനെ ഞാൻ ഫസ്റ്റ് ടൈം സ്ലീപ്പർ ബസ്സിൽ കയറി. നല്ല രസമുണ്ട് കേട്ടോ. ഇതേക്കൂടെ നോക്കിയാൽ നമുക്കിങ്ങനെ സീനറിയൊക്കെ കാണാം. നമുക്കിനി കിടന്ന് എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് ഒരു 3-3.5 മണിക്കൂർ കഴിയുമ്പോൾ അവിനാശി.
അങ്ങനെ അവർ കോംപ്ലിമെൻ്ററി ആയിട്ട് നമുക്ക് 2 വാട്ടർ ബോട്ടിലാട്ടോ തന്നത്. കുറച്ചും കൂടി റേറ്റ് കൂടിയ ബസ് ബുക്ക് ചെയ്താൽ ഫുഡൊക്കെ കൊടുക്കണ്ടായിരിക്കും, എനിക്കറിയില്ല കേട്ടോ. നമുക്ക് 800 റുപ്പീസാണ് പെർ പേഴ്സൺ വന്നിട്ടുണ്ടായിരുന്നത്. ചാർജ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്, പിന്നെ ഫോൺ വെക്കാനുള്ളൊരു സംഭവമൊക്കെ ഉണ്ട്, പിന്നെ ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ. കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. നമ്മൾ 6:30 ബസ്സാട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് ക്യാൻസൽ ആയപ്പോൾ അവർ രാവിലെ വിളിച്ചിട്ട് നമുക്ക് 5:30 ബസ്സാക്കി തന്നതാണ്. അത് തന്നെ ലേറ്റായി 7 മണിയായിട്ടോ എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ അവിനാശിയിൽ എത്തിയിട്ട് അവിനാശിയിലാണ് നമ്മുടെ ഡ്രോപ്പിംഗ് പോയിന്റ് ഉണ്ടായിരുന്നത്. അവിടെ ഇറങ്ങി ശ്രീ സമ്പൂർണ്ണ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലിൽ കയറിയിട്ടോ. അപ്പോൾ തിരുപ്പൂരൊക്കെ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ റൈസ് ആണ്. അവിടെ പോയി എനിക്കത് കഴിച്ചേ പറ്റൂ. അത് അങ്ങനെയായിരിക്കും എന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ ചിക്കൻ റൈസ് ഓർഡർ ചെയ്തത്. പക്ഷേ വന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ചിക്കൻ റൈസ് ആയിരുന്നില്ല, ചിക്കൻ ഫ്രൈഡ് റൈസ് ആയിരുന്നു. എന്നാലും കഴിച്ചു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഒറ്റ ഓട്ടോ ഇല്ല ഗൈസ്. സമയം ഒരു 10 മണി 10:15 ആയിട്ടുള്ളൂ, എന്നാലും ഒറ്റ ഓട്ടോ ഇല്ല. ലാസ്റ്റ് നമ്മൾ അവിടെ ഇരുന്നൊരു ടാക്സി ബുക്ക് ചെയ്തു കേട്ടോ. കുറച്ച് നഷ്ടമായിരുന്നു. 2 കിലോമീറ്ററിന് അയാൾ 200 രൂപ വാങ്ങി. അത് പറഞ്ഞിട്ടാട്ടോ നമ്മൾ വണ്ടിയിൽ കയറ്റി തന്നെ 200 രൂപ തന്നാൽ കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ നമ്മുടെ ഹോട്ടലിലെത്തി. JAM എന്നാട്ടോ ഹോട്ടലിൻ്റെ പേര്. അത് ജാം എന്നാണോ അത് JM തന്നെയായിരിക്കും ഞാൻ വിചാരിക്കുന്നു. എനിക്ക് മുമ്പേ അറിയണ ഒരു അണ്ണൻ ഉണ്ടായിരുന്നു കേട്ടോ തിരുപ്പൂർ. അപ്പോൾ ആ അണ്ണനാണ് ഇങ്ങനെ ഒരു ഹോട്ടലുണ്ട് പറഞ്ഞിട്ട് അവരുടെ കോൺടാക്ട് നമ്പറൊക്കെ തന്നത്. ടാക്സിയിൽ ഇങ്ങോട്ട് വന്നപ്പോൾ 200 രൂപയായിട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു 1-2 കിലോമീറ്റർ ഉള്ളൂ, പക്ഷെ നമുക്ക് 200 രൂപ വേണ്ടി വന്നു. കാരണം ഓട്ടോസ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ടാക്സി വിളിച്ചിട്ട് വരേണ്ടി വന്നു. പിന്നെ നൈറ്റ് ആയതുകൊണ്ട് അധികം റിസ്ക് എടുക്കേണ്ട, വേഗം എത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ റൂമിൽ നിന്ന് എക്സ്ട്രാ ഒരു ബെഡും കൂടി അവർ ഇട്ടുതരും കേട്ടോ. അത്യാവശ്യം നമുക്ക് എന്താ പറയുക, നല്ല റേറ്റിന് തന്നെയാണ് റൂം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു തിരുപ്പൂർ അവിനാശി ഏരിയയിലൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇവിടെ അധികം റൂമൊന്നും അങ്ങനെ കിട്ടില്ല. ഇത് അത്യാവശ്യം നല്ലൊരു ഹോട്ടലാണ് കേട്ടോ. JAM ഗ്രാൻഡ് എന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര്. നമ്മുടെ ന്യൂ ബസ് സ്റ്റാൻഡിലാണ്. അവിനാശി ന്യൂ ബസ് സ്റ്റാൻഡിൽ നിന്ന് കുറച്ച് നടക്കില്ല, മീൻസ് ഒരു ഓട്ടോ വിളിച്ചാൽ കുറച്ചുള്ള ദൂരമുള്ളൂ കേട്ടോ. അപ്പം ഇനി ഉള്ളിൽ കയറാം. അവർ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ റൂമൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഞങ്ങൾ എത്തുമ്പോൾ അനുമോളും ആരെയും കൂടി പുറത്ത് പോയി ചിക്കൻ റൈസ് വാങ്ങി. ഇതാട്ടോ ചിക്കൻ റൈസ്. അവർ ചിക്കൻ റൈസ് നൂഡിൽസും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതാണ് രണ്ടും കൂടി ഇങ്ങനെ മിക്സ് ആയിട്ടിരിക്കണേ. അപ്പോൾ അവരത് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ആരും അനുമോളും അമ്മയും കൂടി ഭയങ്കര വിശേഷം പറയലൊക്കെ ആയിരുന്നു. നമ്മൾ മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. മൈലാഞ്ചി എനിക്ക് ഇട്ടാൻ എടുക്കണേ എൻ്റെ ഹെന്ന ആർട്ടിസ്റ്റിനെ കാണിച്ചു തരാം. ദിസ് ഈസ് ആര്യ ജെയിൻ. അനുമോളെ എന്താ പറയാനുള്ളത് മൈലാഞ്ചിനെ പറ്റിയിട്ട്? മൈലാഞ്ചി നല്ലൊരു മൈലാഞ്ചിയാണ്, വളരെ നല്ല ഇതാണ്. ഇട്ട് കഴിയുമ്പോൾ അറിയാം കേട്ടോ. ചില്ലി റെഡ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം വന്നേക്കുന്നത്. കളർ എന്താണെന്ന് കഴിയുമ്പോൾ അറിയാം. കുഴപ്പമില്ലായിരിക്കും. ഞാൻ മാത്രമേ മൈലാഞ്ചി ഇടുന്നുള്ളൂ. ഇവർക്ക് ഡ്യൂട്ടിക്ക് മൈലാഞ്ചി ഇടാൻ പറ്റില്ല. എനിക്ക് പിന്നെ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ മാത്രമേ ഇടുന്നുള്ളൂ. നഖം നീട്ടാൻ പാടില്ല. ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. ശരിക്ക് എങ്ങനെ വരുന്ന അറിയില്ല, നോക്കാം നമുക്ക്. അപ്ഡേഷൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ റൂം ടൂർ ചെയ്തുതരാം. നമുക്കൊരു ബെഡും കൂടി വരാനുണ്ട് ഗൈസ്. അത് വന്നതിന് ശേഷമാണ് അമ്മേനെ കടത്താൻ പറ്റുള്ളൂ. ഞാൻ അമ്മ ഒരു എക്സ്ട്രാ ബെഡ് ഉണ്ട് പറഞ്ഞപ്പോഴേ പറഞ്ഞു ആ ഒറ്റയ്ക്കുള്ള ബെഡ് അമ്മയ്ക്ക് വേണം. അമ്മയ്ക്ക് ആരുടെ ശല്യമില്ലാണ്ട് ഒറ്റയ്ക്ക് കിടക്കാനാണ്. ഇയ്യാ, എൻ്റെ മാത്രമല്ല നിങ്ങളെ. അപ്പം ഞാൻ മൈലാഞ്ചി ഇട്ടിട്ട് കാണാം. അങ്ങനെ ഇതാ മൈലാഞ്ചി സെറ്റായിട്ട് എല്ലായിടത്തും ഇട്ടിട്ടുണ്ട്. ഇതൊന്നും ഉണങ്ങി കഴിഞ്ഞാൽ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. റൂം ടൂർ എടുക്കാൻ വേണ്ടിയിട്ട് ഡോറ് ലോക്ക് ചെയ്തു. അതിന് ഡോറ് ലോക്കായി പോയി, ഉള്ളിൽ കയറാൻ പറ്റുന്നില്ല. ഞങ്ങൾ പുറത്ത് ട്രാപ്പായി നിൽക്കുകയാണ് ഗൈസ്. ആൾക്കാരെ വിളിച്ചിട്ടുണ്ട്, ഇപ്പോൾ വരും. ഈ റൂമിൽ കയറണം, ആകെ പണി പാടി. ഇങ്ങനെ ഒരു ബാൽക്കണിയിൽ ഇത് സൗകര്യമായിട്ടോ. കാരണം റൂമിൽ ലോക്കായ സ്ഥിതിക്ക് നമ്മൾ ബാൽക്കണിയിൽ കുറച്ചൊരു സംസാരിച്ചുകൊണ്ടിരുന്നു. താഴ്ന്ന ആൾ വന്നിട്ട് വേണ്ടോണ്ട് ഓപ്പൺ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഹോട്ടലിന് ഓപ്പോസിറ്റ് ആയിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലും ബസ് സ്റ്റോപ്പൊക്കെ ഉണ്ട് കേട്ടോ. റൂം സർവീസ് അടിപൊളിയാണ്. നമ്മൾ എന്ത് ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞാൽ ഒരു മടി കൂടാതെ അവർ ചെയ്തു തന്നു കേട്ടോ. നമുക്കിനി റൂം ടൂറിലേക്ക് കടന്നാലും ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു വലിയ കബോർഡ് ഉണ്ട്. പിന്നെ താഴെ സ്റ്റാൻഡ് കേട്ടോ ബാഗ് വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നല്ലൊരു ബാത്റൂം ഉണ്ട്, വലിയൊരു ബെഡ് ഉണ്ട് കേട്ടോ. ഈ ഒരു ബെഡ് 4 പേർക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ നമ്മളൊരു എക്സ്ട്രാ ബെഡും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഒരാളും കൂടി ചിലപ്പോൾ എത്താൻ ചാൻസ് ഉണ്ട് ഒരു പുലർച്ചെ ആകുമ്പോൾ. നമ്മുടെ റോസ്. പിന്നെ ബെഡിൻ്റെ സൈഡിലായിട്ട് 2 സൈഡ് ടേബിൾ ഉണ്ട്. പിന്നെ നല്ല 2 പെയിൻറ്റിങ്സ് ഉണ്ടായിരുന്നു. മിറർ ഉണ്ട്, TV ഉണ്ട് കേട്ടോ. അതിൽ ഹോട്ട്സ്റ്റാറും യൂട്യൂബും എല്ലാം കിട്ടും. പിന്നെ ഇതാ കെറ്റിലുണ്ട്, ചായ കാപ്പി എന്തെങ്കിലും ഉണ്ടാക്കി കുടിക്കാം കേട്ടോ. പിന്നെ വീണ്ടും ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അതിൻ്റെ താഴെയായിട്ട് എക്സ്ട്രാ ബെഡ് അവർ ഇട്ടാന്ന് കേട്ടോ. പിന്നെ AC ഉണ്ട്. നമ്മൾ കെറ്റിലിൽ കാപ്പി ഉണ്ടാക്കുകയാണ്. ടേസ്റ്റ് തന്നെ അറിയാം. ഇതിൽ നെസ്കഫേയുടെ കോഫി പൗഡറും പിന്നെ ടെൻലിയുടെ ഒറിജിനലും എന്താണാവോ ഇതെന്താ സാധനം? പാൽപ്പൊടി പിന്നെ ഷുഗർ ഉണ്ട് കേട്ടോ. നമുക്ക് 3 മിനിറ്റ് എങ്ങനെയുണ്ട് നോക്കാം. എന്നിട്ട് ഇത് ഉണങ്ങി നമുക്കിത് കഴിഞ്ഞിട്ട് കിടന്നുറങ്ങാം. എന്നിട്ട് രാവിലെ കാണാം. ഇട്ടാലും മോൾ അങ്ങോട്ട് എന്തൊരു വേണം ആ മൊത്തട്ടോ.
കോഫി മേക്കർ അനുമോൾ. അവനെ നാളെ രാവിലെ എടുക്കാം. ബാള സ്മൈൽ പണ്ണുങ്ക. അവള് കണ്ടത് നമുക്ക് അനുമോൾ ഉണ്ടാക്കിയ ചായ ടേസ്റ്റ് ചെയ്യാം. ടൈപ്പില്ലടി. കോഫി പൗഡർ ഒക്കെയാണ്, പഞ്ചസാര കുറച്ചും കൂടി ആവാം, എന്നാലും ഇത് മതി. നൈറ്റ് ടൈം ആയിട്ട് കുറച്ച് മതി, കുഴപ്പമില്ല. നല്ല കോഫി മേക്കറാണ്. അനുമോളെ ഉണ്ടാക്കാൻ എന്നെ കോൺടാക്ട് ചെയ്യാം. കോഫി മേക്കർ ആവശ്യമുള്ള അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഊരിയതിന് ശേഷം കിടന്നുറങ്ങാം കേട്ടോ. എന്നിട്ട് ബാക്കി വിശേഷങ്ങൾ നാളെ കാണിക്കാം. അപ്പോൾ നമുക്കിനി ഇത് റിമൂവ് ചെയ്യാം കേട്ടോ. ഈസി ടു റിമൂവ് ആണ്. ഒരു ചില്ലി റെഡ് കളർ മൈലാഞ്ചി ആട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ മൈലാഞ്ചി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ പറിച്ച് കളഞ്ഞതിന് ശേഷം കാണാൻ ഒരു ആനസെൻ്റൊക്കെ ഉണ്ടായിരുന്നു. നേരെ കിടക്കാൻ പോവാം കേട്ടോ. അത് അമ്മ അവിടെ ഇരിക്കുന്നുണ്ട്, ഓഫീസിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും പോയി കിടക്കട്ടെ. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ടാറ്റാ.